ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്ന സിസിനാരിയൊക്കെ അന്നേരം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഒരു ബീഫ് വിന്തോലാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ശ്രമിച്ചു. നമ്മൾ ആദ്യം തന്നെ ബീഫ് ഇവിടെ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു മസാല തയ്യാറാക്കാനുള്ള സാധനങ്ങളാണ്. നമ്മൾ ആദ്യം സ്വല്പം 1/4 സ്പൂൺ ഉലുവയും 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ജീരകം 1/4 സ്പൂൺ, മല്ലി 1 സ്പൂൺ, പിന്നെ 4-5 വറ്റൽമുളക്, പിന്നെ ഒരു കറുവാപ്പട്ടിയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം. ആ ഒരു മസാലയിലേക്ക് സ്വല്പം ഇഞ്ചിയും കുറച്ച് 10-12 വെളുത്തുള്ളി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ കൂടത്തിൽ ഒന്ന് നന്നായി ചൂടാക്കിയിട്ട് വേണം നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാൻ. ഇപ്പോൾ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ചൂടാക്കിയിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ വെച്ച് നന്നായി അരച്ചെടുക്കുക. കടുക് ചേർക്കുന്ന കാര്യം ഞാൻ മറന്നു പോയപ്പോൾ സ്വല്പം കടുക് ചേർത്ത് കൊടുക്കുക. 2-3 സ്പൂൺ വിനീഗർ ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് സ്വല്പം ഈ ബീഫിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മസാല ഒക്കെ ഇതിലൊന്ന് നന്നായിട്ട് കൈവച്ച് പിടിച്ച് നന്നായിട്ട് മസാല ഒക്കെ നന്നായി കൂട്ടി തിരുമ്പി ഒരു മണിക്കൂർ നേരം ഈ ബീഫിൽ ഈ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി 2-3 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വയ്ക്കും. 2-3 മണിക്കൂർ നേരം നമ്മൾ ഈ മസാലയൊക്കെ പറ്റി ഇതിൽ പറ്റിയിട്ട് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുക്കറിലാണ് അടിച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ കുക്കറിലിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഒരു 5-6 വിസിലടിക്കുക. ആ ബീഫ് വെന്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 2 സവോള നമ്മൾ ചെറുതാക്കി അരിഞ്ഞത് വെളിച്ചെണ്ണയിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ആക്കിയെടുക്കാം. ഇതിന് കളറിന് വേണ്ടി നമ്മൾ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ബീഫൊക്കെ ഓൾറെഡി നന്നായിട്ട് കുക്കറിൽ വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച ബീഫ് ഇട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പുറത്തുനിന്ന് വറ്റി വെച്ചിട്ട് സ്വല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം എല്ലാവരും ഈ രീതിയിൽ ബീഫ് വിന്താലും ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്.